പോസ്റ്റർ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുന്ന ചിത്രം എക്സിറ്റിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ ഷഹീൻ. ഒപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിശാഖ് നായർ, നായിക റിനീഷ. 3 പേർക്കും സ്വാഗതം. നമുക്ക് വിശാഖേട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. കിടുക്കി കലക്കി. ഇതിനപ്പുറം ഒന്നും ഇല്ല പറയാൻ. അത്രേ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോ മുതൽ തന്നെ പ്രേക്ഷകര് വെയിറ്റിംഗ് ആണ് ഈ ചിത്രത്തിനായി. അതോടൊപ്പം തന്നെ ഗ്ലിംസും ടീസറും ഒക്കെ കണ്ടപ്പോ നമ്മൾ ഇതുവരെ കാണാത്ത, എനിക്കൊന്ന് മലയാള സിനിമയിൽ പരീക്ഷിക്കാത്ത ഒരു ലുക്കാണ്. എന്താണ് എക്സിറ്റിന്റെ ഏറ്റവും പുതിയ വിശേഷം? അപ്പം നവമി പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു ഫ്രഷ് ഒരു ജോണറാണ്. ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു റീജിയനാണ് ഷൈനും ഈ ടീമിലുള്ള എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. കാരണം ആൾക്കാർ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യും, ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അതൊരു ചെറിയൊരു സിനിമയാണ്, എന്നാൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ളൊരു പടമാണ്. ഒരേ സമയത്ത് തന്നെ 2 ലാംഗ്വേജസിൽ, തമിഴിലും മലയാളത്തിലും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻ എവറി വേ ഇറ്റ്സ് വെരി ആംബിഷ്യസ്, വെരി എക്സൈറ്റിംഗ് ഫിലിം. പക്ഷേ ഇനി ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഇതിലിരിക്കുന്നു. അതാണ് വെയിറ്റിംഗ്. ഇതില് നമ്മൾ ആ ഒരു ലുക്ക് തന്നെ നമ്മൾ അത് കണ്ടാ പേടിയാവും. ഫസ്റ്റ് ആ ലുക്ക് കണ്ടപ്പോ തന്നെ ഇതെന്താണ് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ആരാണ്, വിശാഖ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു. ഇതെന്താണ് ഇങ്ങനെ ഒരു ലുക്ക്, ഇതെന്താണ് ഈ സിനിമ, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ ആനന്ദത്തിൽ ആ ഒരു കുപ്പീനെയൊക്കെ മനസ്സിൽ കരുതിയിരിക്കുന്ന ഒരാള് ഇത് കണ്ടിട്ട് പെട്ടെന്നൊരു ഞെട്ടി. എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്ക് ഓവർ എങ്ങനെയായിരുന്നു? മേക്ക് ഓവർ എന്ന് വെച്ചാൽ ഷൈൻ വന്നിട്ട് ഈ കഥ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു നോർമൽ ക്യാരക്ടർ അല്ല. ആസ് എൻ ആക്ടർ ഇത് മേ ബി വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ഒരു 10-25 വർഷമായിട്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അയാളുടെ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഹ്യൂമൻ ആയിട്ടുള്ള സെംബ്ലൻസിനേക്കാൾ ഉപരി ഒരു കുറേ ആനിമലിസ്റ്റിക് ഇൻസ്റ്റിങ്സ് ആയിരിക്കും കൂടുതൽ എന്നുള്ളത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായി. പിന്നെ ഇയാളെ ഒരു കാരിക്കേച്ചറിഷ് ആക്കരുത്. ഇയാളിപ്പോൾ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവണം. പിന്നെ ഇയാളെ പറ്റുന്ന അത്രയും ആൾക്കാർക്ക് എംപത്തൈസ് ചെയ്യാൻ പറ്റണം. ഓഫ് കോഴ്സ് ഞെട്ടിക്കുന്നൊരു രൂപവും ഇതൊക്കെയാണ്. പക്ഷെ പടം കഴിയുമ്പോൾ എന്നാലും അവൻ്റെ സൈഡിൽ നിന്ന് ശരിയായിരുന്നു എന്ന് ആൾക്കാരെ തോന്നിപ്പിക്കാൻ പറ്റണം. ആസ് എൻ ആക്ടർ അതാണ് എൻ്റെ ചാലഞ്ച്. സോ ഐ തിങ്ക് പടം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, പടം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത്. ഇൻ ദ സെൻസ് ഇതിപ്പോൾ ഒരു 1.5 hour ഫിലിം ബാക്ക് ടു ബാക്ക് കണ്ടപ്പോഴാണ് പടം ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും മിക്കവാറും. കാരണം 4 പിള്ളേരുടെ കഥയാണ്, ഒറ്റ രാത്രി നടക്കുന്ന കഥയാണ്. ഫിലിം ഗെറ്റ്സ് ഓവർ, ആ പിള്ളേർ അവിടുന്ന് എസ്കേപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ള ആ ഒരു പോയിന്റിലെത്തുമ്പോൾ ഐ എം ഷുവർ ആൾക്കാർ ഒരു അജിത് സി ത്രില്ലറിൽ തന്നെ ആ ത്രില്ലിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് ഉറപ്പുണ്ട്. പ്രേക്ഷകരെ അല്ലെങ്കിൽ സിനിമ കാണാൻ എത്തുന്നവരെ ടെൻഷൻ എടുപ്പിക്കാനാണോ ആഗ്രഹം? സാധാരണ നമ്മളൊരു സിനിമ കാണുന്നത് ഓക്കെ, നമ്മുടെ ജോലി, നമ്മുടെ ലൈഫ്, അതിൽ നിന്നൊക്കെ ഹെക്റ്റിക് ഒന്ന് മാറിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോവുക, അത് നല്ലൊരു ചിരിക്കുക, അത് രസമായിട്ടുള്ളവരൊക്കെ പോകുമ്പോഴത്തേക്കും ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ തന്നെ പ്രേക്ഷകരെ പേടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ആക്ച്വലി പ്രേക്ഷകരെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. നമ്മളൊരു ഇൻഡസ്ട്രിയുടെ നമ്മുടെ പടങ്ങളുടെ റേഞ്ചുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോമൺലി ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തിലോട്ടും നമ്മുടെ സിനിമകൾ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്കൊരു അതായത് നമ്മുടെ നാട്ടിൻ പുറം അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പാറ്റേണിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത് അടുത്ത ലെവലിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതിപ്പോഴാണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ അല്ലെങ്കിൽ ഇപ്പോൾ ഗോഡ് ലൈഫ് ഇതുപോലത്തെ സിനിമകൾ വരുമ്പോഴേ നമുക്ക് അടുത്ത ഇൻഡസ്ട്രിയിലോട്ടും കയറി വരാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്രോജക്റ്റാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് നമ്മളങ്ങനെ കേരളം എന്ന് പറയുന്നത് ബൈലിംഗ്വലാണ്, തമിഴിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് റീച്ചും നമ്മുടെ പിന്നെ ക്യാരക്ടർ അങ്ങനെയാണ്. എങ്ങനെയാണ് എക്സിറ്റ് പോലൊരു കഥയിലേക്ക്, ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? എക്സിറ്റ് ഞാൻ ആക്ച്വലി പാലക്കാടാണ് സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ അവിടെ കുറേ ഇങ്ങനെ മിസ്റ്ററീസ് ആയിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ സ്ട്രൈക്ക് ചെയ്തത് ആക്ച്വലി ഒരു റിയൽ ക്യാരക്ടറിന് ഞാൻ ഇൻസ്പയർഡ് ആണ്. അവരുടെ കുറച്ച് ഒരു ഫീമെയിൽ ക്യാരക്ടറായിരുന്നു. പക്ഷെ എനിക്കത് സിനിമയിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പോസിബിലിറ്റീസ് കുറവായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഒരു ഹാൻസം ഹങ്ക് വേണമായിരുന്നു. പുള്ളി കാരണം റൗത്തറാണ്, അപ്പോൾ പുള്ളി അത്യാവശ്യം റിച്ചാണ്. അതിനുശേഷം ഈ ക്യാരക്ടറിലോട്ട് വരുവും വേണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിശാഖനെ കണ്ടപ്പോഴാണ് ഫിഗർ ഔട്ട് ചെയ്ത് വന്നപ്പോ പെർഫെക്റ്റ്. അതെ, എവിടെയാണ് അങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നിയത്? എനിക്ക് കണ്ടിട്ട് തോന്നില്ല കേട്ടോ. ഈ ആ ഒരു ക്യാരക്ടറും ഇതുമായിട്ട് എങ്ങനെയാണ്? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു 2-3 പോസ്റ്റ് കണ്ടിരുന്നു. ഞാനിങ്ങനെ ആക്ച്വലി ഈ ക്യാരക്ടറിനായിട്ട് ഞാൻ ഒരുപാട് ആക്ടേഴ്സിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആരെ കൊണ്ട് ചെയ്യിക്കുന്നറിയില്ല. പക്ഷെ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടാണ് ഓക്കെ ഇതാണ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തു. ഇതാണ് എന്റെ ക്യാരക്ടർ. പിന്നെ അവിടെ നിന്ന് സാധാരണ നമ്മൾ ഇത്തരം ഈ പോസ്റ്റർ അല്ലെങ്കിൽ ഇത്തരം ഒരു സർവൈവൽ മൂവിയൊക്കെ നമ്മൾ
സാധാരണ ഹോളിവുഡ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉള്ളതും ആ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ളതും. അപ്പൊ മലയാളത്തിൽ അങ്ങനെ ഇറക്കുമ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നുള്ളൊരു അതെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി സിനിമ നന്നായാൽ ഈ പ്രശ്നങ്ങളൊന്നും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ അവർ തിയേറ്ററിൽ അവർ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ ടൈമിന് നമ്മൾ വാല്യൂ കൊടുത്ത് അവർ എൻഗേജിങ് ആണ് തിയേറ്ററിൽ ത്രൂ ഔട്ട്. എല്ലാവരും ആ 2 മണിക്കൂർ അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്ന് കണ്ടിരിക്കാനാണ് തിയേറ്ററിലോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മൾ എത്ര വലിയ പരീക്ഷണമാണെങ്കിലും ഏത് സിനിമ ചെയ്താലും അവരെ എൻഗേജിങ് ആക്കി അവർക്ക് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സിനിമയും റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഇതിലേക്ക് എത്തി. ഇതിന്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? എത്ര നാളായിരുന്നു ഇതിന്റെ ഒരു കാസ്റ്റിങ്ങും ഒപ്പമുണ്ടായിരുന്ന ആ സെറ്റ് എവിടെയായിരുന്നു? ആ ഒരു വീട് അല്ലേ? ആ വീട് എവിടെയാണ്? അത് ഒരു വീടല്ല, 2-3 വീടുണ്ട്. പക്ഷെ ഞങ്ങളത് ഇത് ചെയ്തതാണ്. ആക്ച്വലി ഈ സബ്ജക്റ്റിലോട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞാനിതൊരു 4 to 5 years ബാക്ക് തന്നെ ഈ സബ്ജക്ട് ഞാൻ കേട്ടിരുന്നു. അതായത് ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട്, ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിരുന്നു. അതിനുശേഷമാണ് അതിന്റെ സ്ക്രിപ്റ്റിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ അതൊന്ന് ബ്രേക്ക് ചെയ്തു. ഇത് മലയാളത്തിൽ ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് എനിക്കും ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ പ്രൊഫൈലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടൊരു സാധനം സിഗ്നേച്ചർ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലോട്ട് വരുന്നത്. പിന്നെ വിശാഖ് ബ്രോനെ കണ്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര സ്പീഡായി കാര്യങ്ങളെല്ലാം. കാരണം കറക്റ്റ് ആയിട്ട് വെട്ടായിട്ടുള്ള വേറൊരു പ്രൊഫസർ നമ്മൾ മീറ്റ് ചെയ്യുന്നു. പിന്നെ അങ്ങോട്ട് കുറേ പേര് ഇതേപോലത്തെ ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരും ഭയങ്കര പവറായിരുന്നു. ഓക്കെ നമുക്ക് ഇത് ചെയ്യാം, വരുന്ന വെച്ച് കാണാം. അങ്ങനെ ചെയ്തതാണ്. എന്തായാലും തിയേറ്ററിൽ എത്തുമ്പോൾ തന്നെ നമുക്കും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം ഇങ്ങനെ ഒരു അതിൽ ആ ഒരു മാംസം അല്ലെ, ആ ഒരു ലാസ്റ്റ് സീനിൽ കാണുന്ന മാംസം കഴിക്കുന്നത് പൊതുവേ എനിക്ക് ഈ ഇത്തരത്തിലുള്ള ഹൊറർ പടങ്ങളൊക്കെ പേടിയാണ്. എങ്കിൽ പോലും നമ്മളത് എക്സൈറ്റഡ് ആണ്. മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് നമ്മൾ കണ്ടിരിക്കേണ്ടത് അത് മസ്റ്റ് വാച്ച് തന്നെയാണ്. റനീഷ എങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമാകുന്നത്? ഈ സിനിമയുടെ എക്സിറ്റിന്റെ നായികയല്ല ഞാനിതിൽ എക്സിറ്റിന് നായികയില്ല. അപ്പൊ ഞാൻ ഇതിലൊരു കഥാപാത്രം മാത്രമാണ് ചെയ്തിട്ടുള്ള. അന്ന എന്നാണ് ഒരു കഥാപാത്രത്തിന്റെ പേരിൽ. പിന്നെ എക്സിറ്റിൽ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഒരുപാട് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഞാനും ഷഹീനുമായിട്ട്. അപ്പോൾ ത്രൂ ഷാനു തന്നെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അപ്പൊ ഇതിൽ ആക്ച്വലി ഒരു ഫീമെയിൽ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല അല്ലെ. പിന്നെയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു. അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ഇതൊരു ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ല എവിടെ എന്നുള്ളത് ആ ചോദ്യം വന്നേ. അപ്പോഴാണ് ഞാനും അതിങ്ങനെ ആലോചിക്കുന്നത്. പിന്നെ ഞാനത് റീവർക്ക് ചെയ്തപ്പോഴാണ്. പക്ഷെ എനിക്കൊരു ലവ് സീക്വൻസോ ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഫീമെയിൽ ഷെയ്ഡിനുപരി കഥയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്യാരക്ടർ തന്നെ വരണം. അപ്പോൾ അതിനൊരു സ്പേസ് ഉണ്ടായിരുന്നു. ആ സ്പേസ് ഞാൻ യൂസ് ചെയ്തപ്പോഴാണ് റനീഷ് ഇതിലോട്ട് ഇന്നാവുന്നത്. അങ്ങനെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സിനിമയില്. ലൈക്ക് ഒരു സീൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ത്രൂ ഔട്ട് ക്യാരക്ടർ അല്ല. ലൈക്ക് ബിഗിനിങ്ങും അതേപോലെ എൻഡിങ്ങും ഞാനുണ്ടാവും. അതിനിടയ്ക്ക് ഇവരാണ് കംപ്ലീറ്റ്ലി വിശാഖ് ബ്രോ, വൈശാഖ്, പിന്നെ അതുപോലെ ആഷ്ലിൻ, ശ്രീരാം, അങ്ങനെ കുറെ പേരുണ്ട്. ഞാൻ അതിന്റെ ബിഗിനിങ്ങും എൻഡിങ്ങും മാത്രമാണ് ഉണ്ടെങ്കിൽ പോലും സ്റ്റോറി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നോ സെറ്റില്? ഒന്നുമില്ല. ഇവരെ ഒന്നും കണ്ടില്ല. ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കും ഇവരുമായിട്ടൊക്കെ. പ്രൊമോഷൻ മാത്രമല്ല, അതിനു മുന്നേ നമുക്കൊരു ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അന്നാണ് വിശാഖ് ബ്രോനെ കാണുന്നത്. പിന്നീട് ഞാൻ കാണുന്നത് മൂവി എല്ലാം കഴിഞ്ഞ് ഈ പ്രൊമോഷന്റെ ടൈമിലാണ്. സോ ആരുമായിട്ട് എനിക്കൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. എന്റെ കോമ്പിനേഷൻ സീനിൽ ഒരു അമ്മൂമ്മ മാത്രം ഉണ്ടായിരുന്നു. സിനിമ ഒരു കുറച്ച് ഹൊറർ അങ്ങനത്തെ ഒരു സീരിയസ് ആണെങ്കിൽ പോലും ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ചില്ലിങ് ആണ്. അങ്ങനെ തന്നെയായിരുന്നു ഇവരായിട്ട് പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴും? കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഇവരുടെ അറ്റ്മോസ്ഫിയർ അത്ര രസമുള്ള ഇതായിരുന്നില്ല. ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നുണ്ടായിരുന്നു. ഞാനാകെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതും പറഞ്ഞു വിട്ടോന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അല്ലേ കഥ കേട്ടത്? കഥ കേൾക്കാണ്ട് അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് കഥയും പറഞ്ഞു തന്നില്ല, കഥാപാത്രവും പറഞ്ഞു തന്നില്ല. വാ ഷൂട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഡയറക്ടറിനോടുള്ള ഒരു വിശ്വാസം, അതെ, ആ കൂട്ടുകാരനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രം. പക്ഷെ കുഴപ്പമില്ല, അതെല്ലാം കഴിഞ്ഞ് കഥ കേട്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി. കാരണം നല്ല ഒരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയത്. അറിഞ്ഞോ അറിയാതെയോ കഥയിൽ അത്യാവശ്യം നല്ലൊരു പ്രാധാന്യമുണ്ട്. പിന്നെ മാത്രമല്ല എൻറ്റയർ മൂവി നോക്കിയെന്ന് വെച്ചാൽ ഒരു ഫീമെയിൽ ക്യാരക്ടർ അല്ലേ ഉള്ളൂ. അത് ഞാൻ എന്ന് പറയുമ്പോൾ അത് ഒബ്വിയസ്ലി ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ ഇവരൊക്കെ മൂവി കണ്ടു, ഞാൻ മൂവി കണ്ടിട്ടില്ല. അപ്പൊ മൂവി തിയേറ്റേഴ്സിൽ എത്താൻ വേണ്ടിയിട്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ലുക്ക് അത് തന്നെയാണ് ഈ സിനിമയെ ഡിഫറെന്റ് ആക്കുന്നതും. ഈ ലുക്കിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ഷാനു വീട്ടിൽ അങ്ങനെയായിരുന്നു. ഷാനുവിന്റെ പഴയ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഒക്കെ എടുത്തത് സ്വന്തം ഇൻസ്പയർഡ്.
അല്ല, ലുക്കിലോട്ട് നമ്മൾ എത്തിപ്പെടുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ച്, അതായത് ഒരു വില്ലൻ എന്നുള്ള ഇത് മാത്രമല്ല, പുള്ളിക്കൊരു ലൈഫ് ഉണ്ട്, പുള്ളിയുടെ ബാക്ക് സ്റ്റോറി ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും ഇതിൽ കാണിക്കുന്നില്ല, ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുന്നില്ല. പുള്ളിയുടെ കഥാപാത്രം ട്രാവൽ ചെയ്യുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥ പല പോയിന്റ്സും വരും. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര ലോജിക്കലി ആയിട്ടാണ് ആ ലുക്കിനെ അപ്രോച്ച് ചെയ്തത്. അതായത് ഇയാളെ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ വില്ലൻ ആക്കാണ്ട് ഇത്രയും വർഷം ഒരു വീട്ടിനകത്ത് അങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും അയാളുടെ വസ്ത്രം, അയാളുടെ കോലം എന്തായിരിക്കും, അയാളുടെ മുടി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വളരെ ലോജിക്കലായിട്ട്, ഓക്കെ മുടി ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ മുറിവ് ഇവിടെ അന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഉണ്ടായതായിരിക്കും. അതൊന്നും സിനിമയിലില്ല, പക്ഷെ അതിനുള്ള അർത്ഥവും ബാക്കിലെല്ലാം പ്ലേസ് ചെയ്തിട്ട് തന്നെയാണ് വിഷയങ്ങളോട്ട്. അപ്പൊ ദാറ്റ് ഹെൽപ്പ്. കാരണം ക്യാരക്ടറിനെയും കുറച്ചും കൂടെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും ആ ലുക്ക് ഫിഗർ ഔട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഈ ഒരു ക്യാരക്ടർ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതിന്റെ ലുക്ക് അഭിനയിക്കുമ്പോൾ ഒരുപാടും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. എന്തൊക്കെ സ്ട്രഗിൾ ആയിരുന്നു ഈ ഒരു ഫസ്റ്റ് തന്നെ ഈ ക്യാരക്ടറെ ഒന്ന് ഉൾക്കൊള്ളുക എന്നുള്ളതുണ്ടല്ലോ. നമ്മളിപ്പോ ഒരു കഥ കേൾക്കുമ്പോൾ അതില് ഇപ്പൊ നമ്മൾക്ക് റിലേറ്റ് ചെയ്യും. ഇപ്പൊ കുപ്പിയെ പോലുള്ള ഒരു ക്യാരക്ടറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു വർക്കൗട്ട് മതി. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരുപാട് റിസർച്ച് ചെയ്യണം, സ്വയം റിസർച്ച് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ തരത്തിലുള്ള ഒരു വർക്കൗട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ റീസെർച്ച് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ ഭാഷ, ഫോർ എക്സാമ്പിൾ, ഇയാൾ നോർമൽ ലാംഗ്വേജ് ഇല്ല ഇയാൾക്ക്. ഇയാൾ അവിടെ പക്ഷെ എന്നാൽ ഹ്യൂമൻ ബീങ് ആണല്ലോ, അപ്പോൾ അവിടെ കേട്ട് പരിചയമുള്ള സ്വരങ്ങൾ വെച്ചാണ് ഇയാളുടെ ഒരു വൊക്കാബുലറി ബിൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെ സൗണ്ട്സ് ആയിരിക്കും, അപ്പോൾ അത് വെച്ച് ഇയാൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അയാളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എന്തായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ഹാഫിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തന്നെ ഡീറ്റെയിലിംഗ് കയറ്റിയതാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യം, പിന്നെ നടക്കുന്ന രീതി, ഓടുന്ന രീതി, ഇരിക്കുന്ന രീതി, കിടക്കുന്ന രീതി, ഇതൊന്നും ഹ്യൂമൻസിനെ പോലെ ആയിരിക്കരുത്. അയാളെ നടത്താൻ കൈപിടിച്ചാരും പഠിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ പഠിച്ചത് ചിലപ്പോൾ അവിടെയുള്ള എട്ടുകാലിയോ അല്ലെങ്കിൽ പല്ലിനെയൊക്കെ അല്ലെങ്കിൽ പൂച്ചിനെയൊക്കെ കണ്ടിട്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ജീവികളുടെയൊക്കെ ചലന ശൈലി എന്താണോ അതൊക്കെ ഇംബൈബ് ചെയ്യാൻ നോക്കുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഫിസിക്കാലിറ്റി ആയിരുന്നു ഈ ക്യാരക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ത്രൂ ആൻഡ് ത്രൂ വില്ലൻ എന്നുള്ളൊരു സാധനത്തിനേക്കാളും ഉപരി പടത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ അയാളുടെ ഈ പറഞ്ഞ പോലത്തെ ബാക്ക് സ്റ്റോറി കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ഫ്ലാഷ് ബാക്കിലൂടെ അല്ലെങ്കിലും അയാളുടെ ഒരു ഗ്രാഫുണ്ട്, ഒരു ഇമോഷണൽ ഗ്രാഫും ഉണ്ട്. അപ്പോൾ ഡയലോഗ് ഇല്ലാണ്ട് ജസ്റ്റ് ത്രൂ ഫിസിക്കാലിറ്റി ആൻഡ് ത്രൂ ദീസ് സൗണ്ട്സ് ഇതൊക്കെ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ആസ് ഡയറക്ടർ ആൻഡ് ആക്ടർ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ അതിനെക്കുറിച്ചായിരുന്നു. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവണം. ചുമ്മാ ഒരു കാര്യവും ചെയ്ത് ഇയാളെ ജസ്റ്റ് പേടിപ്പിക്കാൻ വേണ്ടി ചുമ്മാ ഇരുട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവുക, ആസ് മച്ച് ആസ് പോസിബിൾ എംപത്തൈസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഇയാളെ നമ്മളിപ്പോൾ എൻ്റെ വൈഫ് ഫസ്റ്റ് ടൈം പടം കണ്ടിട്ട് കണ്ടത്, എടാ ഇയാൾ ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നോട് പറയുന്നത്. അപ്പോൾ അതൊരു പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഷീസ് മൈ വൈഫ്, ബട്ട് ഓൾസോ ബിയോണ്ട് ദാറ്റ് ഐ തിങ്ക് ആ ഒരു ലെയറും ഉണ്ട്. കാരണം ഹീസ് എ ചൈൽഡ് at the end of the day. ഒരു 25 വർഷം പ്രായം ഉണ്ടെങ്കിലും ആൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു കുഞ്ഞാണ്, ഒരു കൊച്ചാണ്. അപ്പോൾ ആ കുട്ടിത്വം എവിടെയൊക്കെയോ ഉണ്ട്, അത് കൊണ്ടുവരാൻ നോക്കി ഞങ്ങൾ. ഐ മീൻ ആ ഒരു കോൺട്രാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്യുവർ വില്ലനായി മാത്രം ആൾക്കാരെ തന്നെ ഡൈജസ്റ്റ് ചെയ്യില്ല അത്. അപ്പോൾ ദാറ്റ് വാസ് ദ മെയിൻ ചാലഞ്ച്, ഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ള ഒരു സാധനം. ഇതിന്റെ ഒരു ബോഡിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം, അതായത് ഈ ഭയങ്കര മെലിഞ്ഞിട്ട് അങ്ങനെ ചെയ്തു ഒരു 3-4 കിലോ കുറച്ചു. അന്ന് ഭാഗ്യത്തിന് ഞാൻ വേറെ പടം ചെയ്ത് കുറച്ച് മെലിഞ്ഞായിരുന്നു ഇരുന്നത്. അപ്പോൾ ഒരു 3 to 4 കിലോസ് കുറച്ചു. പിന്നെ ആനിമൽ ഫ്ലോ എന്ന് പറഞ്ഞ ഒരു മൂവ്മെന്റ് സ്റ്റൈൽ പഠിച്ചു, കണ്ടംപററി ഡാൻസ് കുറച്ച് പഠിച്ചു. പിന്നെ ഇതിൽ കുറേ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല ബാക്കി ആക്ടേഴ്സ് എല്ലാവരും കൂടെ ഞങ്ങളൊരു 2 weeks ഓൾമോസ്റ്റ് അല്ലേ 2 weeks ഞങ്ങൾ ആക്ഷൻ കൊറിയോഗ്രഫി മാത്രം റിഹേഴ്സ് ചെയ്ത് അങ്ങനെ പക്കയായിട്ടാണ് പിന്നെ ഷൂട്ട് തുടങ്ങിയത്. എത്ര ദിവസമായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്? 30 to 40 എന്നാണ്. പിന്നെ ഇവരുടെ ട്രെയിനിങ് സെക്ഷൻ ഞങ്ങൾക്ക് അതൊരു ഷൂട്ടിംഗ് പ്രോസസ് പോലെ തന്നെയായിരുന്നു. കാരണം നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഈ ഫൈറ്റ് അല്ല, മൊത്തം 4 കാലിലാണ് ഈ പുള്ളിയുടെ പരിപാടികൾ. അപ്പോൾ ഇതിന് ഞങ്ങൾ പുതിയതായിട്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു 10 ദിവസം അതിന് തന്നെ നമ്മൾ ട്രെയിനിങ് എടുത്ത് പിള്ളേരെയും അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ പിള്ളേരാണ് പുള്ളി ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ കളി മാറും. അപ്പോൾ അതിനെല്ലാത്തും ഞങ്ങളൊരു ട്രെയിനിങ് എടുത്തിട്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 40 to 50 days നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ ഫിലിം അവരുടെ സെറ്റിൽ നിന്നിട്ട്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട്, കാരണം ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ, അത് കരിയറിൽ തന്നെ ഷുവർ ആയിട്ട് ഒരു ബ്രേക്ക് ആയിരിക്കും. ഈ ഒരു ക്യാരക്ടർ അത്രയും റീച്ച് ആളുകൾ സ്വീകരിക്കും എന്നുള്ളത് എന്തായാലും ഉറപ്പായിട്ടുണ്ട്. അപ്പോ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചൂസ് ചെയ്തത് ബോധപൂർവമാണോ, അത് ഒരു മാറ്റം വേണം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെയാണ്? കാരണം 2018, 2019 ആ സമയം തൊട്ടൊരു ചെറിയൊരു ഗ്യാപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തു. പിന്നെ വന്ന ക്യാരക്ടേഴ്സ് ആസ് മച്ച് ആസ് പോസിബിൾ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എടുത്താൽ മതി എന്നുള്ളൊരു ഡിസിഷൻ എടുത്തായിരുന്നു. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്, വണ്ടർ വിമൻ അങ്ങനത്തെ പടങ്ങളിലൊക്കെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പക്ഷേ അത്രയും നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനാണ് ഷാനു വന്നിട്ട് ഈ കഥ പറയുന്നത്. ആൻഡ് ദാറ്റ് ടു മീ ഇറ്റ് വാസ് ദൈവം തന്ന
ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കണ്ടത്. ബിക്കോസ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനത്തെ ഒരു സാധനം ഒരു പക്ഷേ വേറെ 2-3 ആക്ടേഴ്സിനടുത്തും ഷാനു കൊണ്ടുപോയായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് അവർ നോ പറഞ്ഞു. പ്രോബബ്ലി ദേ ഡിഡ്ന്റ് റിയലൈസ് ദ പൊട്ടൻഷ്യൽ, പ്രോബബ്ലി ദേ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ഒരു സാധനം. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നിപ്പിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? സിനിമ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൈൽഡിഷ് ആവും. എന്നാലും ഞാൻ പറയാം, ആക്ച്വലി ഞാനൊരു വിജയ് ഫാൻ. ഞാൻ സിനിമ ഭയങ്കരമായിട്ട് എന്റർടൈനർ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് വിജയുടെ പടങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ തിയേറ്ററിൽ ചെറുപ്പത്തിൽ ഏട്ടൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ സിനിമയുടെ അത്രയും ക്രൗഡ് ഓഡിയൻസ് നിന്ന് കൈയടിക്കുന്നത്. അതാണ് നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ഭാവം ആവണം എന്നുള്ളത്. പിന്നെ എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞ് ഇടയിൽ എഞ്ചിനീയറിംഗ് വർക്കൗട്ട് ആവില്ല, നമുക്ക് വേറെന്തോ ആണ് സിനിമ ചെയ്യാം ഫിക്സ് ചെയ്ത് പിന്നെ അങ്ങനെ അറിയാം. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ ആട്ടോ, കുറെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 8-9 കൊല്ലമായിട്ട് ഞാൻ പിന്നെ എഞ്ചിനീയറിംഗ് ബ്രേക്ക് ചെയ്ത് നേരെ ഞാൻ പോകുന്നത് ചെന്നൈ LV പ്രസാദിലാണ്. അവിടെ പോയി ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ അങ്ങനെ അസിസ്റ്റ് ചെയ്ത്. എങ്ങനെയാണ് എക്സിറ്റിന്റെ ഒരു അനുഭവം? എങ്ങനെയാണ്? ആദ്യത്തെ സിനിമയാണ്, ഇവരൊക്കെ അത്യാവശ്യം സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്, അവരുമായിട്ടൊക്കെ ഉള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഡിറക്ഷൻ എത്രമാത്രം ഈസി ആയി? ഡിറക്ഷൻ ഈസി എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഫസ്റ്റ് ഡേ ഞാൻ വിശാഖ് ബ്രോവിനെ കണ്ടു കഴിഞ്ഞ് ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതും നമ്മുടെ നാലുകൽ പരിപാടി ഞങ്ങൾ ഓടി നോക്കുന്നു, ഞങ്ങൾ നടന്നു നോക്കുന്നു. അപ്പം ഭയങ്കരമായിട്ടൊരു ബോണ്ട് കിട്ടി. പിന്നീട് അങ്ങോട്ട് നമ്മളൊരു ഫിലിം ഷൂട്ട് ചെയ്യാനുള്ള ഒരു ടീം വർക്കായിരുന്നു. അതായത് ഞാൻ പറയുന്നത് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഡയറക്ടറൊന്നുമില്ല. എനിക്ക് സജഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സപ്പോർട്ടും അത് തന്നെയായിരുന്നു. എൻ്റെ ഈവൻ എല്ലാ ടീമും എൻ്റെ അടുത്ത് വന്നിട്ട് ഈവൻ ആ ഡയറക്ടർ ആണെങ്കിലും ആരാണെങ്കിലും എൻ്റെ ചെവിയിൽ സജഷൻസ് പറയാറുണ്ട്. അതിങ്ങനെ ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ടുണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ ഇതൊരു ടീം വർക്ക് ആയതുകൊണ്ട് ആർക്കും അങ്ങനെ ഷാനു ഡയറക്ടറാണ് ഇല്ലെങ്കിൽ വിശാഖ് ബ്രോ ആക്ടറാണ് എന്നുള്ള രീതിക്ക് എല്ലാവരുടെയും വർക്കാണ്, എല്ലാവരും ഒരുമിച്ച് ചെയ്യാം. ഭയങ്കര അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു. ഭയങ്കര ടീം വർക്കായിരുന്നു. അത് ഈവൻ പിള്ളേരാണെങ്കിൽ പോലും എല്ലാവരും ഭയങ്കരമായിട്ട്, അതായത് ഈ സീൻ നന്നാവണം എന്ന് മാത്രമേ എല്ലാവരും ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ സജഷൻസ് കേൾക്കുമ്പോൾ ടീം വർക്കായിട്ട് പോകുമ്പോൾ നമ്മൾ പണ്ട് നാടകങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ആദ്യമായിട്ട് പിടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, വേറെ ആർക്കും വേറെ ഒന്നുമില്ല. ആ സാധനം, ആ ഫിലിം മാക്സിമം ബെസ്റ്റ് ആക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ആ ഒരു വൈബ് അത് ഭയങ്കര രസമായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ട് എല്ലാവർക്കും അതുപോലെ ആയിരുന്നു എല്ലാവരും. ഇതിന്റെ സെൻസറിങ്ങിന് അപ്പൊ ബുദ്ധിമുട്ടുണ്ടായില്ലേ? ഇതുവരെ ഞാൻ ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ എന്റെ ടീച്ചറിന് സെൻസർ തന്നില്ല, മൊത്തം വയലൻസ് ആണ്, മൊത്തം ബ്ലഡാണ്, ഇത് ഇടാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് ഇപ്പൊ റിജക്ഷൻ തന്നു. പക്ഷെ കേരളത്തിൽ ഞാൻ എങ്ങനെയൊക്കെ ടീച്ചറിന് ഇപ്പോ തിയേറ്ററിൽ കളിപ്പിക്കാനായിട്ട് പഠിച്ചു. ഇനിയിപ്പോ അടുത്ത കടമ്പ ഇങ്ങനെ കയറിയിട്ടുണ്ട്. പ്രശ്നങ്ങളാണ്, സെൻസറിന് കുറച്ചധികം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അതെല്ലാം കഴിഞ്ഞ് എന്തായാലും ഞാൻ തിയേറ്ററിൽ എത്തിക്കും. പക്ഷെ സെൻസർ ചെയ്തിട്ട് ഈ സിനിമ ഇറക്കിയാലും അത്ര ഒരു എഫക്ട് ആകുമെന്ന് തോന്നുന്നില്ല അല്ലെ? ബ്ലഡ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ ഒരു എ റേറ്റിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. റിലീജിയസ് അല്ലെങ്കിൽ സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒന്നുമില്ല. അപ്പോ ഈ വയലൻസ് മാത്രമാണ് ഇത്രയും വലിയ പ്രശ്നമാണ്. അപ്പൊ അതില് എന്താ പറയാ, ഞങ്ങൾ പോലും പറയുന്നില്ല പിള്ളേർ പോയി പടം കാണുന്നത്, ഞങ്ങൾ ഒരിക്കലും പറയൂല, അവരെ ട്രോമറ്റൈസ് ചെയ്യും. അപ്പോൾ ആ പക്വതയുള്ള ആൾക്കാർ ഈ പടം പോയി കാണാൻ പാടുള്ളൂ എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ ഒരു ഇതാണ്. കാരണം അല്ലെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഓഡിയൻസിന് അതിനുള്ള ബോധമുണ്ട്. സെൻസർ സർട്ടിഫിക്കറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും എൻ്റെ കൂടെ വരേണ്ടതാണ്. പിന്നെ വയലൻസ് നീഡഡ് ആണെന്ന് പറഞ്ഞിട്ട്, അതായത് ഞങ്ങൾ ആക്ച്വലി വയലൻസ് ചെയ്യണം, അതായത് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, നമുക്ക് വയലൻസ് സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തതല്ല. ആ ക്യാരക്ടർ അതാണ്, പുള്ളി അങ്ങനെ ചെയ്യുള്ളൂ. ഞാനും ആക്ച്വലി ഷൂട്ട് ചെയ്യുന്നത് വരെ എനിക്കറിയില്ല ഇതൊരു A സർട്ടിഫിക്കറ്റിലോട്ട് പോകുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹെവി വയലൻസിലോട്ട് ഈ സാധനം പോകുന്നു നമുക്കറിയാം. നമ്മൾ ക്യാമറ വെച്ച് ഈ ക്യാരക്ടർ ചെയ്ത് വരുമ്പോൾ ഇത് വയലൻസ് ആയി പോയതാ മൊത്തത്തില്. സോറി. അല്ല, ഇതിനിടയ്ക്ക് ബ്ലഡ് കുടിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഈ മാംസം കടിക്കുന്ന സീൻ, ഇതൊക്കെ എങ്ങനെ അഭിനയിച്ചു? ധൈര്യത്തിന്റെ അല്ല, ഐ തിങ്ക് ഈ പറഞ്ഞ ഇൻഹിബിഷൻസ് മാറ്റി വെക്കുക എന്നുള്ളൊരു സാധനമാണ്. നമുക്കപ്പോൾ ചെയ്യുമ്പോൾ ഒരു ചമ്മലോ അല്ലെങ്കിൽ ഒരു മടിയോ തോന്നരുതല്ലോ. തോന്നി അത് ഒബ്വിയസ്ലി ഓഡിയൻസിനും അറിയും. അപ്പോൾ ആ ഒരു സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഒന്നിനൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് അത് ആ മാംസം കടിച്ച് പറിക്കുന്നത് ആദ്യം ഞങ്ങൾ വേറെ സിന്തറ്റിക് മെറ്റീരിയൽ വെച്ച് 2-3 ട്രൈ ചെയ്തു. എന്നിട്ട് അത് വർക്കായില്ല. ഒന്നും ആവത്തോണ്ട് പിന്നെ ആ ഡയറക്ടറും ഷാനുവും ഞാനും കൂടെ നാളെ പിന്നെ ശരിക്കുള്ള മീറ്റ് കൊണ്ടുവരാം, നമുക്ക് അത് കടിച്ച് കയറാം, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അത് ബീഫായിരുന്നു. ബീഫിനെ മറ്റേ ആ ഒരു ടെക്സ്ചർ ഉള്ളൂ. അപ്പൊ അത് നൈസ് സൈക്കോസായ പ്രശ്നമാണ്. അപ്പൊ പക്ഷെ അത് സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക്, കാരണം എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടം പേഴ്സണലി. ഈ പറഞ്ഞ ഒരു സിനിമ കാണുമ്പോൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ അത് ചിരിയോ സങ്കടമോ മാത്രമല്ലല്ലോ, അത് എക്സ്പീരിയൻസസ് ദി ഓഡിയൻസ് ക്യാൻ ഹാവ്. അപ്പോൾ ഒരു സിനിമ കണ്ടപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടും, നമുക്ക് ബോഡിയിൽ ഒരു ഫീലിംഗ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സ്പീരിയൻസ്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്. അതായിരുന്നു. അത് ജസ്റ്റ് ഈ ഷാനു പറഞ്ഞ പോലെ വയലൻസിന് വേണ്ടി വയലൻസ് അല്ല, അവിടെ ആ ക്യാരക്ടർ അങ്ങനെയാണ്, ആ സിറ്റുവേഷൻ അങ്ങനെയാണ്, അതുകൊണ്ട് അത് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. വയലൻസിന് വേണ്ടി വയലൻസ് ഉള്ള വേറെ കുറേ പടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട്.
പേരെടുത്ത് പറയാണ്ട് തന്നെ. പക്ഷെ അതൊക്കെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആവുന്നുണ്ട്. ബട്ട് ആ ഫിലിം ഇസ് നോട്ട് ഗ്ലോറിഫൈങ് വയലൻസ് ഇൻ എനി വേ. ഇതൊരു ഇങ്ങനത്തെ ക്യാരക്ടർ ആയതുകൊണ്ട്, അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന, സർവൈവലിൽ പെട്ടുപോകുന്ന 4 പിള്ളേരായതുകൊണ്ട് അവർ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ വയലൻസ് ഉണ്ടാവും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ബിക്കേം. വിശാഖിന് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഇനി വന്നാൽ ആ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ? ഞാൻ തയ്യാറാണ്. ഐ മീൻ ആസ് ആൻ ആക്ടർ നമ്മുടെ ബോഡിയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. ഇപ്പം ഞാനൊരു ഗിറ്റാറിസ്റ്റിനൊരു ഗിറ്റാറുള്ള പോലെ മൈ ഇൻസ്ട്രുമെന്റ് ഇസ് മൈ ബോഡി. അപ്പോൾ ഇത് മാറ്റാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിനെ മോർഫ് ചെയ്യാൻ പറ്റുക, തടി കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, വേറെ പല രീതിയിലും നമ്മുടെ ബോഡിയായിട്ട് കളിക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രാഫ്റ്റ്. അതാണ്. അപ്പോൾ വേണ്ടി വന്നാൽ എന്തും ചെയ്യാൻ തയ്യാറാണ്. എന്തും ചെയ്യാൻ തയ്യാറാണ്. റനീഷ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപാണ് ഇതിന്റെ ഷൂട്ട് കഴിയുന്നത്. അതിനുശേഷമാണ് ബിഗ് ബോസിൽ പോയി. പിന്നെ ബിഗ് ബോസ് നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് ആളാകെ കുറച്ചുകൂടി വലിയൊരു സെലിബ്രിറ്റി ആയി. അതിനുശേഷം സിനിമ എന്നുള്ളൊരു അങ്ങനെയല്ല. അങ്ങനെയല്ല, ഞാൻ ഇവള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ടാണല്ലോ, നമുക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ ഇവള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഇവള് ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞങ്ങൾ എവിടെ പോയാലും റനീഷ എത്ര വലിയ സെലിബ്രിറ്റി. ഞാൻ അങ്ങനെ നോക്കുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ എവിടെ പോയാലും റനീഷ കുറെ ഫാൻസ്. ഞാൻ നമ്മളെന്തായാലും ഡിസ്കസ് ചെയ്തിരുന്നു. ടക്കെന്നൊരു ചേഞ്ചാ. ഒരു മാസം, ഒരു 3 മാസം അല്ലേ ഇതിന്റെ. അത് കഴിഞ്ഞ പാട് പിന്നെ ഇവളുടെ ഇമേജ് മാറി. പിന്നെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് എക്സിറ്റ് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, ബിഗ് ബോസിന് മുന്നാണ് എക്സിറ്റ് ചെയ്ത് ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയത്. അപ്പൊ കേറുന്ന സമയത്ത് ഷാനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നീ അകത്തിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഞാനപ്പോ മനസ്സിൽ വിചാരിക്കും ചെയ്തു, പഠിച്ചോനെ പുറത്തിറങ്ങിയിട്ട് റിലീസ് ആയാൽ മതിയായിരുന്നു. പറയാൻ പറ്റില്ല, ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്. ഇനി സിനിമകൾ അഭിനയിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയാണ്? ഏത് തരത്തിലുള്ള ക്യാരക്ടർ? എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുന്നേ അങ്ങനെ മൂവീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഏതൊരു മൂവി ചെയ്യുകയാണെങ്കിൽ പോലും ക്യാരക്ടർ, അതായത് പെർഫോം ചെയ്യാൻ പറ്റുന്ന പോലത്തെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നാലേ ഞാൻ ചെയ്യൂ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. എന്ത് ക്യാരക്ടറാണോ വരുന്നത് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും. ഈ ഒരു ഫുട്ടേജ് എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ അത് ചെറിയ രീതിയിലൊക്കെ ഒരു ചർച്ചയായിരിക്കുകയാണ്, ഒരു വിവാദമായിരിക്കുകയാണ്. ചർച്ച ചെയ്തതേ ഉള്ളൂ. അതില് ആ ഒരു പോസ്റ്ററിൽ കാണുമ്പോ ആദ്യം മഞ്ജു വാര്യർ എന്നാണല്ലോ അതിലെ ആക്ടേഴ്സ് ഉള്ളത്. ഇപ്പൊ പെട്ടെന്ന് മഞ്ജു വാര്യരാണോ അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഇതിലൊക്കെ ഇതായിട്ട് മഞ്ജു വാര്യരാണോ വിശാഖ് എന്നൊക്കെ നമ്മളൊരു കാണാത്തൊരു തരത്തിലുള്ള പോസ്റ്റർ. അല്ല, വിവാദം അത് ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മഞ്ജു ചേച്ചി ആണോ എന്നുള്ള കൺഫ്യൂഷനാണ് മെയിനായിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിച്ചത്. പക്ഷേ ഓണസ്റ്റ്ലി എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കിൽ ഒരു 90% വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു. വളരെ ആ ഫീല് തരുന്ന ഒരു പോസ്റ്ററാണ്. വെരി ഇറ്റ്സ് സെൻഷ്വൽ, യെസ്, പക്ഷെ വൾഗർ അല്ല. ഒരു നല്ലൊരു ബാലൻസ് പിടിച്ചിരിക്കുന്ന ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള സാധനമാണെന്നാണ് എനിക്ക് തന്ന മിക്ക ഫീഡ്ബാക്ക് വന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് ദെർ വാസ് സം ഫീഡ്ബാക്ക് വിച്ച് ഇസ് നോട്ട് ഓക്കെ, എസ്പെഷ്യലി ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ കുറച്ച് വൾഗറായിട്ടുള്ള രീതിയിലുള്ള കേട്ടപ്പോൾ അതൊക്കെ പിന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്തായാലും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ വിശാഖ് ബ്രോ എന്ന് പറയുന്ന ഒരു പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഞാൻ ഒരു സിനിമ ചെയ്തു, എല്ലാം ഓക്കെ, അതിന്റെ മുകളിൽ ഒരു അൾട്ടിമേറ്റ്ലി പുള്ളി ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. അത് ഹാർഡ് വർക്കിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ഉറപ്പായിട്ട് മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന കഥാപാത്രങ്ങൾ അതുപോലെയാണ്. പുള്ളി എന്തൊക്കെയോ ഇൻഡസ്ട്രീനെ മാറ്റിമറിക്കുന്ന എനിക്കൊരു വിശ്വാസമുണ്ട്. സീരിയസ്ലി, അതായത് ഫൂട്ടേജ് പോലത്തെ ഒരു സിനിമയാണെങ്കിലും ഇതുവരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ അത്രയും ഡയറിംഗ് ആയിട്ട് ഒരു പക്ക വൻ റൊമാൻറ്റിക് ആയിട്ട് ഒരു സാധനം വരിക എന്ന് പറയുമ്പോൾ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. പടം കണ്ട് ഇറങ്ങി വരുമ്പോൾ എന്നുള്ള ഒരു റിയാക്ഷൻ അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇറ്റ് ഷുഡൻറ്റ് ബി ഒരിക്കലും ഓഡിയൻസ് ഇരിക്കുമ്പോൾ ഇതൊരു കംഫർട്ടബിൾ ആയിട്ട് ചുമ്മാ പോപ്കോൺ കഴിച്ച് ചില്ലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരു റൈഡാണ്, ഒരു റോളർ കോസ്റ്ററിൽ കയറുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ച് തന്നെയാണ്. പ്ലീസ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സിൽ പോയി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു വീട്ടിൽ പെട്ടുപോകുന്നതും അതിൻ്റെ ആ ഒരു ഡേഞ്ചറും ആ ഒരു വയലൻസും ആ ഒരു ഹൊററും ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് അത്രയും ഗ്യാരണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് തരാൻ പറ്റും. സോ പ്ലീസ് ഗിവ് ആ ഫിലിം എ ചാൻസ്. ഭയങ്കര ചെറിയൊരു സിനിമയാണ്, എന്നാൽ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. സോ പ്ലീസ് ഗിവ് us a chance and you won't be disappointed. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഒരുപാട് പേരുടെ ഹാർഡ് വർക്ക്, കുറേ നാളത്തെ ഡ്രീം ഒക്കെയാണ്. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുക. എന്തായാലും നമ്മൾ ഹോളിവുഡിലൊക്കെ മാത്രം കണ്ടുവരുന്ന ഒരു വയലൻസ്, ഒരു
സിനിമ മലയാളത്തിലേക്ക് വരുമ്പോൾ അത് വലിയ സക്സസ് ആവട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു.